വാ നമുക്കേ കല്യാണത്തിന് വിളിക്കാനുള്ളവരുടെ ലിസ്റ്റ് ഒക്കെ റെഡിയാക്കണ്ടേ? ശരിയാ, ആരെയും വിട്ടുപോകാൻ പാടില്ലല്ലോ. അതെ അതെ. ഞാനിപ്പോ വരാവേ. ശരി അമ്മേ. അയ്യോ, അഥവാ ഞങ്ങൾ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലേ ഒന്നും ഓർമ്മിപ്പിച്ചേക്കണേ. ശരി എന്നാ പോട്ടെ. താങ്ക്സ് ആന്റി. ചെറിയമ്മയുടെ മനസ്സ് തനി തങ്ക. എന്നോട് ഇത്രയും സ്നേഹം ഈ മനസ്സിലുണ്ടെന്ന് സ്വപ്നത്തെ പോലും ഞാൻ കരുതിയില്ല. അതാ ഒരു നിമിഷം ഞാൻ ഞെട്ടി നിന്നത്. പുറത്ത് കാണിക്കാതെ ഇത്രയധികം സ്നേഹം നിങ്ങൾ എനിക്കും കിരണ്ണും തരുന്നത് അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. കിരൺ, ഇത്രയും നാളും നമുക്ക് ആരുമില്ലെന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടല്ലേ ഇരുന്നത്? ദേ ഇപ്പൊ നമുക്ക് എല്ലാരും ഉണ്ട് കിരൺ. നമ്മളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ബന്ധുക്കളാ ഇവരൊക്കെ. ഇത്രമാത്രം സ്നേഹവും കരുതലും ഞങ്ങളോടുണ്ടെന്ന് മനസ്സിലാക്കാത്ത ഞാനും ദുർഗയാണ് തെറ്റുകാര്. എന്റെ അമ്മ മരിച്ചു പോയിട്ടില്ല. വാ അമ്മേ. അല്ല, നിങ്ങൾ രണ്ടുപേരുമാണ് ഇനി മുതൽ എന്റെ അമ്മമാര്. എന്നെ അനുഗ്രഹിക്കണം അമ്മേ. അനുഗ്രഹിക്ക്. അമ്മ അനുഗ്രഹിക്ക്. രണ്ടമ്മമാരും എന്നെ അനുഗ്രഹിക്കണം. വാ നമുക്കേ കല്യാണത്തിന് വിളിക്കാനുള്ളവരുടെ ലിസ്റ്റ് ഒക്കെ റെഡിയാക്കണ്ടേ? ശരിയാ, ആരെയും വിട്ടുപോകാൻ പാടില്ലല്ലോ. അതെ അതെ. ഞാനിപ്പോ വരാവേ. ശരി അമ്മേ. അയ്യോ, അഥവാ ഞങ്ങൾ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലേ ഒന്നും ഓർമ്മിപ്പിച്ചേക്കണേ. ശരി എന്നാ പോട്ടെ. ഇപ്പം ചെറിയമ്മയ്ക്ക് സമാധാനായില്ലേ? ഇനി സന്തോഷായിട്ട് നമുക്കിതങ്ങ് നടത്തി കൊടുക്കാം. ചന്ദ്രമതി, ഇനി നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്നു പറ. തൽക്കാലത്തേക്ക് നമ്മൾ രക്ഷപ്പെട്ടു. അതെ, പക്ഷെ ഇതുകൊണ്ടൊന്നും അവര് പിന്മാറുമെന്ന് തോന്നുന്നില്ല. നമ്മളെ കുറിക്കാൻ പുതിയ എന്തെങ്കിലും പണി ഒപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ള സംശയമുള്ളിടത്തോളം അത് പൂർണിമ ചേച്ചിയുടെയും മറ്റുള്ളവരുടെ മുന്നിൽ തെളിയിക്കാൻ പൃഥ്വി മാക്സിമം ശ്രമിക്കും. ഒരു കാരണവശാലും ഈ കാര്യങ്ങൾ പൂർണിമേച്ചി അറിയാൻ പാടില്ല. നമ്മുടെ ലക്ഷ്യം നേടുന്നത് വരെ ഏത് വിധേനയും ഇവിടെ പിടിച്ചു നിന്നേ പറ്റൂ. ദുർഗ പറയുന്നത് ശരിയാ. നമ്മുടെ ഭാഗത്തു നിന്ന് ഈ രീതിയിൽ പെരുമാറുമെന്ന് അവരാരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത പ്ലാൻ നമ്മളെ ഏത് വിധേനയും കുരുക്കാനുള്ളത് തന്നെയായിരിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട് ദുർഗ. എന്ത് കാര്യം? അല്ല, നമ്മള് ഒന്നിച്ചു നിന്നാ ആരൊക്കെ ശ്രമിച്ചാലും തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് ബോധ്യായില്ലേ? കിരൺ എന്താ പറഞ്ഞു വരുന്നത്? അത് പിന്നെ അല്ലെങ്കിൽ വേണ്ട, ഒന്നുമില്ല. കൂടുതൽ ആലോചനകളൊന്നും വേണ്ട.
തൽക്കാലം ഇങ്ങനെയൊക്കെ അങ്ങ് പോയാ മതി. മതി, ഞാൻ ഒന്നും പറയുന്നില്ല. ഉം. നമ്മൾ ഏതെങ്കിലും രീതിയിൽ അവരെ പെടുത്താൻ നോക്കുമ്പോ തിരിച്ചു പണിയേറിയാണല്ലോ. അതെ, ഇങ്ങനെയാണെങ്കിൽ ഈ ജന്മം അവരെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ശ്ശേ, എന്നാലും അവരെങ്ങനെ നമ്മുടെ പ്ലാൻ മനസ്സിലാക്കിയെന്ന എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവാത്തെ. നമ്മൾ മനസ്സിൽ കാണുമ്പോഴേ അവരത് മാനത്ത് കാണും. കാഞ്ഞ ബുദ്ധിയാ രണ്ടിനും. അവരെ പൊക്കി പറയാനല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിക്കാനുള്ള വഴി കണ്ടുപിടിക്കാനാ. പറ്റുന്ന രീതിയിലെല്ലാം ശ്രമിച്ചില്ലേ? ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഓരോ തവണ ആ നാശത്തിന്റെ മുന്നിൽ തോറ്റ് എനിക്ക് മതിയായി. നീ വിഷമിക്കാതെ ശി, എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. നീ എന്താ മോനെ പറഞ്ഞു വരുന്നത്? അതൊക്കെ ഉണ്ട്. ഈ ഇന്ദ്രപ്രസ്ഥത്തിൽ കയറി വന്നത് അബദ്ധമായി പോയെന്ന് അവർക്ക് തന്നെ തോന്നും. അങ്ങനെ തോന്നാനുള്ള സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. കേൾക്കാനൊക്കെ കൊള്ളാം, പക്ഷെ എങ്ങനെയാ? അതോടെ ഒന്ന് പറഞ്ഞതാ. പറയാം. ഇനി എന്റെ ലക്ഷ്യം അതാണ്. സ്വയം മനസ്സുമെടുത്ത് ദുർഗയും കിരണം ഈ വീട് വിട്ടിറങ്ങുന്നത് എന്റെ കണ്ണുകൊണ്ട് കാണണം. അത് ഞാൻ കാണും. പൃഥ്വി പറയുന്നതാ ശരി. ഇവിടെ നിന്ന് ഇറങ്ങുന്നതോടെ പെരുവഴി കിടന്ന് ഉറങ്ങേണ്ടി വരും രണ്ടിനും. അവരെ അത്രയ്ക്കങ്ങ് കുറച്ചു കാണുമൊന്നും വേണ്ട. ഇതുവരെ നമ്മളെ ഈസി ആയിട്ട് അവര് തോൽപ്പിച്ചു. ഇനിയും അങ്ങനെ സംഭവിച്ചുകൂടാന്നില്ല. പിന്നെ ഇനിയുള്ള നമ്മുടെ ഓരോ നീക്കവും അതീവ ശ്രദ്ധയോടെ ആയിരിക്കണം. ഈ വീട്ടിൽ കയറിയതും നമ്മളെയൊക്കെ ദ്രോഹിച്ചതും ഓർത്ത് അവർ കരയണം. കേൾക്കുമ്പോ തന്നെ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നുന്നു. ദൈവമേ, ഇതൊക്കെ നടന്നാ മതിയായിരുന്നു. നടക്കൂ ആന്റി. ഈ പൃഥ്വി അത് നടത്തി കാണിച്ചു തരും. ഇന്നവര് ചേച്ചിക്ക് മുമ്പിൽ കളിച്ച നാടകം ഉൾപ്പെടെ സർവ്വതും ഞാൻ പൊളിച്ചെടുക്കും. ചെറിയമ്മയുടെ മനസ്സ് തനി തങ്ക. എന്നോട് ഇത്രയും സ്നേഹം ഈ മനസ്സിലുണ്ടെന്ന് സ്വപ്നത്തെ പോലും ഞാൻ കരുതിയില്ല. അതാ ഒരു നിമിഷം ഞാൻ ഞെട്ടി നിന്നത്.